പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളെ തലക്കെട്ടുകളൊക്കെ നോക്കി ഇതാണിപ്പോൾ പ്രധാനമായിട്ട് സംഭവിച്ച വാർത്തകളൊക്കെയും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്നത് വാർത്തകളിലേക്കല്ല. ഇപ്പോൾ ഓണക്കാലമാണല്ലോ, നമ്മുടെ സെറ്റും ഒക്കെ ഇന്ന് പൂർണ്ണമായിട്ടും മാറി. ഇന്നത്തെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ന് നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ഓണാഘോഷം നടക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ലീഡേഴ്സ് മോർണിംഗ് ഇല്ല. ലീഡേഴ്സ് മോർണിംഗ് ഇല്ലെങ്കിലും ഗസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് മാത്രമല്ല, നമ്മുടെ ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗസ്റ്റ് കൂടിയാണ് ഇന്ന് നമുക്കിപ്പം. ഓണവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മാവേലിയെ കൊണ്ടുവന്നു. മാവേലി അല്ല, പക്ഷേ നമുക്ക് ഓണത്തിന് ഏറ്റവും പ്രധാനം എന്താ, സദ്യവട്ടങ്ങൾ ഒരുക്കുകയാണല്ലോ. അപ്പോൾ സദ്യവട്ടം ഒരുക്കണമെങ്കിൽ അതിന് ഒരു എന്താണ്, അതിൽ ഏറ്റവും കഴിവുള്ള ഒരാൾ, അയാളെ ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ ഹലോ മലയാളത്തിന്റെ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സെലിബ്രിറ്റി ഷെഫ് സിജോ ചന്ദ്രനാണ്. ഹായ്. വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങ് വന്നല്ലേ? എന്തുണ്ട് സിജോ ചന്ദ്രൻ വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓണമാണ്, അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഓണവിശേഷങ്ങളൊക്കെ? ഓണവിശേഷം എല്ലാ വർഷത്തെയും പോലെ തന്നെ കുറച്ചധികം തിരക്ക്, അതിന്റെ ഓട്ടം. പിന്നെ ലാസ്റ്റ് ഡേയിലൊന്ന് വീട്ടിലെത്തണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണൂരാണ് വീട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇപ്പം എപ്പോഴും പറയും ഓരോ ഓണവും പ്രത്യേകതകളുള്ളതാണ് അല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ ഓണം അല്ല, ഈ വർഷത്തെ ഓണം നമുക്ക് മനുഷ്യർക്ക് മാറ്റം വരും, പ്രകൃതിക്ക് മാറ്റം വരും, എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ ഓണം. അപ്പോൾ സിജോയ്ക്ക് കഴിഞ്ഞ വർഷത്തെ ഓണത്തിൽ നിന്ന് ഈ വർഷത്തെ ഓണത്തിലേക്ക് കണ്ട മാറ്റം എന്താ? കഴിഞ്ഞ വർഷത്തെ ഓണം എല്ലാ വർഷത്തെയും പോലെ തന്നെ തിരക്കുള്ള ഓണമായിരുന്നു. പക്ഷേ ഈ വർഷം ഒന്ന് വീട്ടിലെത്താൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം എനിക്ക് മോൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനേക്കാൾ ഒരു പ്രത്യേകത എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ച് ചേരുന്നൊരു വർഷം കൂടിയാണിത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ. കണ്ണൂരിലെ ഓണത്തിന്റെ പ്രത്യേകതകൾ എന്താ? ഇപ്പൊ കുറച്ച് നാളായിട്ട് കൊച്ചിയിലുണ്ടല്ലേ? അതെ, കഴിഞ്ഞ 4 വർഷമായിട്ട് കൊച്ചിയിലുണ്ട്. അതെ. അപ്പം കൊച്ചിയിലെ ഓണവും കണ്ണൂരിലെ ഓണം തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. കാരണം കൊച്ചി കൂടുതലും ഓഫീസ് ക്രൗഡും ബാക്കിയുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാം ആ ഒരു ക്രൗഡ് മാത്രമായിട്ട് കൂടുതലും ഓണങ്ങൾ കണ്ടുവരുന്നത്. പക്ഷേ കണ്ണൂരോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ നാടുകൾ, ആ നാട്ടിലെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഓണങ്ങളാണ്. അവരിപ്പം ഇവിടെ നടക്കുന്ന പോലെ തന്നെ വള്ളംകളി, വടംവലി, പിന്നെ തലപ്പന്ത് കളി, ക്ലബ് ഓണമാണ് അവിടെ. പിന്നെ ആ ഓണത്തിന് ദിവസം ആ നാട്ടിലെ എല്ലാവരും ഒന്നിച്ചു കൂടും. അവർ ഒന്നു ചേർന്നിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള എല്ലാം വളരെ സിമ്പിളാണെങ്കിൽ ഭയങ്കര നമ്മുടെ ഹൃദയത്തിലൊന്നും ഒന്നിച്ചുള്ള ഒരു ഓണമാണ്. ഈ മാത്രമല്ല, ഇപ്പം കണ്ണൂരിലെ ഓണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയായിരിക്കും, നമ്മൾ മറ്റിടങ്ങളിലേക്ക് ഓണം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ വെജിനാണ്. പക്ഷെ തെക്കൻ കേരളത്തിലോട്ട് വെജാ അല്ലേ? പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ ഉപ്പേരി, അതുപോലെ ചിപ്സിലൊക്കെ തുടങ്ങി അവസാനം അവിയല്, കൂട്ടുകറി, അതിലൊക്കെ നമ്മളങ്ങ് അവസാനിക്കും സദ്യ. പക്ഷെ കണ്ണൂരോട്ട് വരുമ്പോ സീൻ മുഴുവൻ മാറുകയല്ലേ? നിങ്ങൾ മറ്റേ ചിക്കനും മീനും ഒക്കെയുള്ള സദ്യയാണല്ലോ. അതെ, നമ്മുടെ നോൺ വെജ് ഓണം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് ചിക്കൻ തന്നെ ഉണ്ടാവും. അത് കുറച്ച് റോസ്റ്റ് ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് എന്ന് പറയത്തില്ല. കേരളത്തിൻ്റെ ഓരോ ഏരിയയിലുള്ള സദ്യകൾക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. കാരണം തിരുവിതാംകൂർ ഒരു കുറച്ച് വറുത്തരച്ച കുറച്ച് കൂട്ട് ഇതാണ്. അതിൻ്റെ ഒരു ചെറിയ ടച്ച് തന്നെയാണ് മലബാർ സൈഡ്. അതായത് കാസർഗോഡ്, നമ്മുടെ കണ്ണൂർ, വയനാട് സൈഡിലേക്ക്. കാരണം ഇവിടെ ചോദിക്കുവാണ്, ഇപ്പം ഷെഫൊക്കെ ആകുമ്പോഴത്തേനും എല്ലാത്തരം ഫുഡും നമ്മൾ കഴിക്കുമല്ലോ. അതെ, ഒന്നല്ല, ഇപ്പം നാടനല്ല, എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് തോന്നുന്നു ഒത്തിരി രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണ് ഷെഫ് എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറേ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അതെ, ഞാൻ ഏകദേശം ഒരു 60% കൺട്രീസ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഞാൻ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഇപ്പം ഞാൻ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുക ഫ്രൂട്ട്സ്, കുറച്ച് ജ്യൂസ്. കാരണം എനിക്ക് അധികം ഞാനത്ര പാസ്ത പ്രേമിയോ അങ്ങനെ ഒരാളല്ല. നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടുവാണെങ്കിൽ അതിനധികം വളരെയധികം സ്നേഹത്തോടെ കഴിക്കുന്ന ഒരാളാണ്, അതിനെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. ഒരുപാട് കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ കിട്ടുന്നത് കുറച്ചാണെങ്കിലും ഈ നാടിൻ്റെ. അല്ല, ഞാൻ വന്നതേ ഇപ്പം ഈ സദ്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം സദ്യ മാത്രമല്ല, ഏത് ഫുഡാണെങ്കിലും ഇപ്പം ഷെഫിന് ഇഷ്ടമുള്ളത് എവിടുത്തെ ഫുഡ്. ഇപ്പം സദ്യയിൽ വരെ ഇപ്പോൾ ഓണാകുമ്പോൾ സദ്യയാണല്ലോ. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ സദ്യ ഒന്ന്, മധ്യ കേരളത്തിലെ സദ്യ ഒന്ന്, വടക്കൻ കേരളത്തിലൂടെ വരുമ്പോൾ ഒന്ന്. പക്ഷേ ഓണം എല്ലാവർക്കും ഒന്നാ, ഒരൊറ്റ ഓണമാ എല്ലാവരും. പക്ഷേ രുചികൾ വ്യത്യാസമായിരിക്കും അല്ലേ? തിരുവനന്തപുരത്തെ രുചിയല്ല നമ്മളിപ്പോൾ നമ്മൾ തെക്കൻ കേരളം പറയുകയാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്തെ രുചി ആയിരിക്കില്ല നമ്മൾ ആലപ്പുഴയിലോട്ട് വരുമ്പോഴും പത്തനംതിട്ടയിലോട്ട് വരുമ്പോഴും. അപ്പോഴൊക്കെ രുചിക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഷെഫ് ഇപ്പൊ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എവിടുത്തെ സദ്യ കൂടുതൽ ഇഷ്ടം? അത് ചിലപ്പോൾ എന്നെ പെടുത്തുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മൾ ജനിച്ച നാടിൻ്റെ രുചിയായിരിക്കും എല്ലാ ആളുകൾക്കും ഏറ്റവും ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസപ്രകാരം നമ്മൾ ജനിച്ച നാടിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ,
അവിടുത്തെ രുചികളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തുടക്കം മുതൽ നമ്മൾ എന്ത് കഴിയുക ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടാവും. പിന്നീട് എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാലഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. അപ്പം എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും നല്ല കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ഇന്നായിരുന്നെന്ന് പറയാറില്ല. എല്ലാവരും പറയാം എൻ്റെ പഴയ ആ കാലഘട്ടത്തിലെ ഓണമാണ് ഏറ്റവും മനോഹരമായ ഓണം. അത് ഇനിയിപ്പം നമ്മുടെ പുതിയ ജനറേഷനോട് ചോദിച്ചു കഴിഞ്ഞാലും അവരൊരു 10-20 എത്തുമ്പോഴും അവർ പറയാ എൻ്റെ പഴയ ഓണമായിരുന്നു, ഇതൊന്നും അല്ല ഓണം, പണ്ടായിരുന്നു ഓണം എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിലുള്ളത്, അത് സംസാരം മുതൽ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മെമ്മറിയിൽ വന്നു തുടങ്ങിയത് നമ്മുടെ ആ ചെറിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച എൻ്റെ ബ്ലഡിലുള്ളത് എൻ്റെ നാടിൻ്റെ രുചികളാണ്. അത് തീർച്ചയായും ആ നാടിനാണ്. അതിനർത്ഥം മറ്റൊരു നാട്ടിലെയും രുചികൾ നല്ലതല്ല എന്നല്ല, ആ രുചികളും വളരെ മനോഹരമായതാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിലേ ഒരു റെസിപ്പിയിലോട്ട് പോയാലോ? റെസിപ്പി ഉറപ്പായിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ സാധനമൊന്നുമില്ല. ഇല്ല. അപ്പം ഒരു പെട്ടെന്ന് ഇപ്പൊ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഷെഫ് പെട്ടെന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പൊ സദ്യയിൽ നമുക്ക് വരുന്ന? ഇഞ്ചിപ്പുളി. കാരണം അത് വളരെ വേഗത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇഞ്ചിപ്പുളിയിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇഞ്ചി വേറെയാ, നമുക്ക് ഈ പുളിയിഞ്ചി അല്ലല്ലോ. പുളിയിഞ്ചി അല്ല, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പുളിയിഞ്ചി. പുളിയിഞ്ചിയാ. നമ്മുടെ ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഒരു കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ എക്സ്ക്ലൂസീവ്ലി ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി പറയാണ്. ആർക്കെങ്കിലും ഒക്കെ എഴുതിയെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കണമെങ്കിൽ അതെ, നമുക്കൊരു ഇപ്പം ഒരു വലിയ പോർഷനായിട്ട് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഒരു 1/2 കിലോ ഇഞ്ചി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് 1 കിലോ ഇഞ്ചിയുടെ റെസിപ്പിയാ പറയുന്നത്. നന്നായിട്ട് ചെറുതായിട്ട് അത് അരിഞ്ഞിട്ട് നമുക്ക് അത് സൈഡാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ടാമറിൻ്റെ പൾപ്പ്, അത് ഏകദേശം ഒരു പുളിവെള്ളം ഒരു 100 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് ജാഗരി സിറപ്പ് ആണ് വേണ്ടത്. ശർക്കര. അത് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചേക്കുന്ന ജിഞ്ചർ എടുത്തിട്ട് ഒരു ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തൊരു 1/4 ഭാഗം എടുത്ത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. വറുത്ത ഇഞ്ചിയിൽ കുറച്ചെടുത്ത് വറുത്ത ഇഞ്ചിയിൽ ഒരു 1/4 ഭാഗം എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കണം. ബാക്കി ഫ്രൈ ചെയ്തത് മാറ്റി വെക്കണം. അതേ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം. എന്നിട്ട് ഈ ടാമറിൻ്റെ പൾപ്പും നമ്മുടെ ജാഗരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം സ്ലോ ഫ്രയറിൽ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിക്കായി വന്നു കഴിയുമ്പം അതിനെടുത്ത് വീണ്ടും മാറ്റി വെച്ചിട്ട് അത് ടാമറിൻ്റെ പൾപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും കുറച്ച് ടാമറിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കുക്ക് ചെയ്ത് വേണം അത് എടുത്ത് വെക്കാൻ. എന്നിട്ട് ഇത് കുക്ക് ചെയ്തൊന്ന് തിക്കായതിന് ശേഷം ഒന്നുകൂടെ സെയിം ആ ഓയിൽ കുറച്ച് മാറ്റി വെച്ച ഓയിൽ എടുത്ത് അതിൽ കുറച്ച് കടുകും കറിവേപ്പിലയും നമ്മുടെ മുളകും കൂടെ, ചുമന്ന മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ ഇഞ്ചിപ്പുളി റെഡിയാവും. എത്ര പെട്ടെന്ന് നല്ലൊരു ഇഞ്ചിപ്പുളിയൊക്കെ ഇവിടെ സെറ്റായത്. അപ്പം ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സാധനങ്ങൾ കുക്ക് ചെയ്യുമല്ലോ. അപ്പം ഈ സാധാരണ പറഞ്ഞു വെക്കാറുണ്ട് ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നില്ല എന്ന്, അങ്ങനെ ഉണ്ടോ? അത് സത്യമാണ്. ഇപ്പം ഞാൻ ഷെഫാണല്ലോ, കഴിഞ്ഞ ഏകദേശം ഒരു 17 വർഷമായിട്ട് ആ ജോബ് ചെയ്യുന്ന നമ്മൾ അത് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, കാരണം നമ്മൾ എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേറൊരു മാർഗ്ഗമില്ലല്ലോ. പിന്നെ സ്മെല്ല് കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം ഉപ്പിന്റെ രുചി പോലും മണത്തറിയാം. അത് കറക്റ്റ് ആണോ? നമുക്ക് അത് സ്ഥിരമായി ഒരു ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ സ്മെല്ലും ഒക്കെ അത് ഈ പറഞ്ഞ എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ആ ഒരു സ്മെല്ലിലേക്കും ആ കൺസിസ്റ്റൻസിയിലോട്ടൊക്കെ എത്തുക. അപ്പം നമ്മളിത് എല്ലാം കുറച്ച് എടുത്ത് കഴിക്കുമ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അപ്പറ്റൈറ്റ് അത് കുറച്ച് കുറയും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോഴത്തേനും അറിയാം, ഇത്രയും സാധനങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ആ ഒരാൾക്ക് ഏകദേശം അത് കഴിക്കാനുള്ള ലാസ്റ്റ് ഞങ്ങളൊക്കെ ഷെഫുമാർ കൂടുതൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് ചോറും കുറച്ച് തൈരും കുറച്ച് ഉപ്പും എടുത്തിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ അകത്ത് പരിപ്പുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് ഒഴിക്കും. എന്നിട്ട് കഴിച്ചാണ് നമ്മൾ സാധാരണ. അത് ഏത് ഷെഫുമാരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവരുടെ. ഈ എന്തെങ്കിലും പൊടിക്കൈ ഉണ്ടോ ഷെഫ്? ഇപ്പൊ നമുക്ക് ഈ എല്ലാവരും സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണല്ലോ, ഉപ്പ് കൂടിപ്പോയി, എന്താണ് പൊടിക്കൈ? ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ഡിഷിനനുസരിച്ചിരിക്കും. അത് ഇപ്പം നമുക്ക് ഇപ്പം സാമ്പാറിൽ ഉപ്പ് കൂടി, സാമ്പാറിൽ ഉപ്പ് കൂടിയെങ്കിൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിന് ഡിഷിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടുക എന്നുള്ളത് മാത്രം. അതായത് അതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് നമുക്ക് പരിപ്പ് ആഡ് ചെയ്യുക. അത് രണ്ടും എന്ത് ചെയ്യുക, ഉപ്പിടാണ്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് കുറയ്ക്കാനാണ് പറ്റുക. അല്ലാണ്ട് പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇതൊരു ലാസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കഞ്ഞിയുടെ വെള്ളമില്ല, കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നിൽക്കും. കുറച്ച് സോൾട്ട് പെട്ടെന്ന് അതിനകത്ത് കുറയും. ഓക്കെ ശരി. അപ്പം ഓണക്കാലമാണ്, ഈ ഒരു പാട്ട് പാടുന്നോ?
എൻ്റെ ദൈവമേ, വേറെ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാമായിരുന്നു. ഇല്ല, ഒരു തിരുവാതിര ഇല്ല. ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഷെഫെ, ഒത്തിരി സന്തോഷം നമുക്കിപ്പം വന്നതിനും ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനും. ഈ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ? വേറെ വിശേഷങ്ങൾ എന്താ ജീവിതത്തിലെ? പുതിയ വിശേഷം ജീവിതത്തിൽ ഒരു കഴിഞ്ഞ വർഷത്തിൽ ഒത്തിരി ജീവിതം മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സക്സസ് എന്ന് പറയാം. ആസ് എ ജോബ് എനിക്ക് ഇതുവരെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റി. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ഒരു പുതിയ ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ഏകദേശം ഒരു 7-8 മാസമായിട്ട് ഒരു പുതിയ ബിസിനസ്സിലേക്കാണ്. ഇനി അത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ഫ്യൂച്ചറാണ് തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെതായ വരട്ടെ, കുറച്ച് ടെൻഷനും അതിൻ്റെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അപ്പം ശരി. അപ്പോൾ ഈ നാട്ടിലോട്ട്, ഓണം നാട്ടിലാണ്, കണ്ണൂരാണ്? 6-ാം തീയതി എങ്കിലും രാവിലെ എനിക്ക്, ഓണത്തിൻ്റെ അന്ന് രാവിലെ എങ്കിലും എനിക്ക് അവിടെ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നടക്കട്ടെ. നല്ലൊരു വർഷമാകട്ടെ. ഓണാശംസകൾ. വന്നതിന് ഒത്തിരി സന്തോഷം. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു.